നമ്മുടെ രാജ്യം അതിൻ്റെ സ്വത്വബോധം വീണ്ടെടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ അധിനിവേശങ്ങൾ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ അധിനിവേശങ്ങളെല്ലാം തന്നെ തച്ചുടച്ച് ആ അധിനിവേശ ഭൂമി തിരിച്ചു പിടിക്കുന്ന വലിയൊരു നീക്കത്തിലാണ് നമ്മുടെ രാജ്യം. ആ ഒരു മൂവ്മെന്റിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, അയോധ്യ രാമക്ഷേത്രം 500 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ രാജ്യം വീണ്ടെടുത്തത്. ഇത് വീണ്ടെടുത്തത് ഓരോ ഭാരതീയന്റെയും വലിയ ആത്മവിശ്വാസത്തിനും വലിയ ആത്മാഭിമാനത്തിന്റെയും പ്രതീകമായിട്ടാണ് അതവിടെ നിലനിർത്തിയിരിക്കുന്നത്. ഞാൻ വീണ്ടും ഓരോ ഭാരതീയന്റെയും എന്നാണ് ഞാൻ ആവർത്തിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോഴിതാ മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഹിന്ദുക്കൾ എവിടെയെല്ലാം അടിച്ചമർത്തപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ അവർ കാലങ്ങളോളം അങ്ങനെ കിടക്കും എന്നുള്ള വലിയ തരത്തിലുള്ളൊരു നറേറ്റീവ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെമ്പാടും പൊളിഞ്ഞടുങ്ങുകയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ, അതായത് എവിടെയൊക്കെ എപ്പോഴൊക്കെ ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവിടെ അവതരിക്കും അർജുന എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ എ സ്റ്റോറി ഓഫ് ഹിന്ദു റിസൈലൻസ് and revival, how a unique Kumbh Mela which was stopped following Islamic invasions was brought to life in Bengal after 700 years എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതായത് 700 വർഷങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ നടന്നിരുന്ന ഹിന്ദുക്കളുടെ ആഘോഷമായിട്ടുള്ള കുംഭമേള എങ്ങനെയാണ് ഇപ്പോൾ അതേ ബംഗാളിൽ തിരിച്ചു വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കുംഭമേള ബംഗാളിൽ എന്തുകൊണ്ടാണ് നിന്നുപോയത്? വലിയ തരത്തിലുള്ള ഇസ്ലാമിക ഇൻവേഷൻസ്, അതായത് ഇസ്ലാമിക ആക്രമണങ്ങൾ, ഇസ്ലാമിക കുടിയേറ്റങ്ങൾ കൊണ്ടാണ് ഈ കുംഭമേള അവിടെ നിന്നുപോയത്. ആ കുംഭമേളയാണ് ഇപ്പോൾ അവിടെ പുനരുജ്ജീവിക്കാൻ പോകുന്നത്. ദിസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ത്രിബേണി ആസ് ദക്ഷിണ പ്രയാഗ് ഫോംസ് ദ തിയോളജിക്കൽ ഫൗണ്ടേഷൻ ഫോർ ദ സ്നാനാസ് ആൻഡ് മേലാസ് that has historically taken place in this town, especially during auspicious Kumbh Sankranti. The geography of Tribeni is intertwined with Saptagram, which is one of the most ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് ആൻഡ് കൊമേഴ്ഷ്യൽ സെന്റേഴ്സ് എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കുംഭമേള ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടായാലും ആ പ്രതിഷേധത്തെ എല്ലാം തരണം ചെയ്യാനുള്ള ശക്തിയും കഴിവും ഇന്ന് ബംഗാളിലെ എക്കാലത്തും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഹിന്ദു സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.